ജനങ്ങളെ, ഈ സൂഫി മാർഗം എന്ന് പറയുന്നത്, ഈ ത്വരീഖത്തുകൾ എന്ന് പറയുന്നത് പല പേരിൽ ഇവിടെ ഷിയായിസം നട്ടുവളർത്താൻ വന്നവരാണ്. അവരാണ് ഈ സമൂഹത്തിൽ എല്ലാവിധത്തിലുള്ള തോന്നിവാസങ്ങളും കൊണ്ടുവരുന്നത്. അവരൊക്കെ ദർഗകളും ജാറങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. സിയാറത്തിന്റെ പേരിലാണ് അവർ പലതും പറയുന്നതെങ്കിൽ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിലെ സിയാറത്തും ഈ സൂഫികൾ പരിചയപ്പെടുത്തുന്ന ഈ വിഭാഗം ഇവിടെ പരിചയപ്പെടുത്തുന്ന സിയാറത്തും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? മരണചിന്തയുണ്ടാകുവാനാണോ? പരലോക ചിന്തയുണ്ടാകുവാനാണോ ഈ തൊട്ടടുത്തുള്ള പാലോട്ട് പള്ളി മക്കാമിലേക്ക് ആളുകൾ പോകുന്നത്? അതേപോലെ തന്നെ പലയിടങ്ങളിലേക്കും ആളുകൾ പോകുന്നത് എന്തിനാ? ഞങ്ങൾക്ക് ആ ഖബറൊന്ന് കണ്ടിട്ട്, അങ്ങനെ കെട്ടി ഉയർത്തിയ വലിയ ഖബർ ഒന്ന് കണ്ടിട്ട്, ആ പട്ടുമൂടിയ ഖബറൊന്ന് കണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ടാണോ അവിടെ പോകുന്നത്? അതല്ല, മറിച്ച് ആഗ്രഹങ്ങൾ പൂവണിയാനല്ലേ, സന്താനങ്ങളെ കിട്ടാനല്ലേ, രോഗശിഫക്ക് വേണ്ടിയിട്ടല്ലേ, കാര്യങ്ങൾ നേടിത്തരും എന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി അതേ ഖബറുകളുടെ സമീപത്ത് പോയിട്ട് ആ ഖബറുകളെ തൊട്ടുമുത്തുന്നു, അവിടെ വിളക്ക് കൊളുത്തുന്നു, അവിടെയുള്ള പെട്ടിയിൽ നേർച്ചപ്പണം ഇടുന്നു, അതിൻ്റെ മേലെ പട്ടുമൂടുന്നു, അങ്ങോട്ട് തേങ്ങയും അതേപോലെ തന്നെ പലഹാരങ്ങളും നാണയത്തുട്ടുകളും അതുപോലെ തന്നെ കോഴിയെയും മറ്റുമൊക്കെ പല ദർഗകളിലേക്കും നേർച്ചയാക്കി വിടുന്നു. എല്ലാം അവരോട് സങ്കടം പറയാനാണ്, അവരെ വിളിച്ച് തേടാനാണ്, അവരെ വിളിച്ചുകൊണ്ട് തൻ്റെ ആവശ്യങ്ങൾ തേടുവാനാണ്. ഇത് മുത്ത് മുസ്തഫ പഠിപ്പിച്ച സിയാറത്താണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്രയെത്ര ഖബറുകളാ സന്ദർശിച്ചത്. അവിടെയൊക്കെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി അവിടെ ജാറം മൂടിയോ, അവിടെ നേർച്ചപ്പെട്ടി ഉണ്ടായിരുന്നോ, ആ ജാറങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നുവോ, അതിന്മേൽ പട്ടുമൂടിയിരുന്നുവോ? ചിന്തിക്കൂ ഉപ്പമാരെ, നമ്മൾ ആലോചിക്കുന്നു. ഇതല്ലേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്?